സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ആളുകളുടെ വിചിത്രമായിട്ടുള്ള സ്വഭാവ രീതികളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കോഴ്സൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല, നോക്കണം. വിചിത്രമായ സ്വഭാവശീലങ്ങൾ അല്ലെങ്കിൽ വിചിത്രമായ രീതികൾ ഇനി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ആക്കേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. അത് ഈ പഴയ വിചിത്രമായ സ്വഭാവങ്ങൾ പറയുന്നതിന് മുമ്പ് ഇനി പുതിയ കാലത്ത് വിചിത്രമായ കാലത്ത് ഉണ്ടാക്കേണ്ട വിചിത്രമായ ചില ശീലങ്ങൾ കൂടി ഇനി ഇപ്പം നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ പറഞ്ഞു. അതായത് ജിലേബി, സമൂസ, പക്കോടയോ അങ്ങനെ 3-4 പലഹാരങ്ങൾ പറഞ്ഞിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ, അതുപോലെ തന്നെ പിന്നെ ആ എണ്ണയുടെ അളവ്, അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഷുഗർ ഏതാണ്, ഇത് പ്രസിദ്ധപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന കവറിന് പുറത്ത് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പുകവലി ക്യാൻസർ വരുന്നതിന് കാരണമാകും എന്ന് എഴുതുന്നത് പോലെ ഓരോ കടകളിലും ഇത് വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വിചിത്രമായ സംഗതിയാണ്. നമ്മൾ ജിലേബിയൊക്കെ ഏറ്റവും മധുരമുള്ളതുകൊണ്ട് ഏറ്റവും മാധുര്യത്തോടെയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ ചേർന്നിരിക്കുന്ന പഞ്ചസാര, അതുപോലെ തന്നെ എണ്ണ, സമൂസയിലുള്ള എണ്ണ, ഇതൊക്കെ എണ്ണ കുടിയന്മാരാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ആരോഗ്യവകുപ്പ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ കാരണവും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. 45 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പൊണ്ണത്തടിക്കാരാണ്. 45 കോടി ജനങ്ങൾ. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് അല്ല, ബൈ ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ലിവർ, ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്, മറ്റവർക്കും ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അത് നമുക്ക് ഈ സ്വഭാവമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞോട്ടെ. ഇപ്പം ഞാനിങ്ങനെ അതും പറഞ്ഞു നിർത്തിയായിരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ ഈ മധുര പലഹാരം ഇഷ്ടമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടത്തിന് സ്വഭാവത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അത് മാറ്റി വെക്കാറുണ്ട്, അവർക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ അതും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള സംഗതികളാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ വിചിത്രമായ ശീലങ്ങൾ, നമ്മുടെ വിചിത്രമായ രീതികൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ വിചിത്രമായ രീതികൾ, ഇതിൽ കൗതുകമുണ്ട്. ഇതിൽ പലതും ആരോഗ്യകരമാണ്, മറ്റു പലതും അനാരോഗ്യകരവും ഉപേക്ഷിക്കപ്പെടേണ്ടതുമൊക്കെയാണ്. അത്തരത്തിലുള്ള വിചിത്രമായ സംഗതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാമെന്ന് സുസ്മിത പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ വിചിത്രമായ ശീലം പറഞ്ഞാൽ, ചിലർക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചായ കുടിക്കേണ്ടവരുണ്ട്. ചിലർക്ക് ചായ കുടിച്ചാൽ ഉറക്കം വരികയില്ല. എനിക്ക് ഉറക്കം ആദ്യത്തെ ഗണത്തിൽ വരുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ കുറച്ചെണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കടിഞ്ചായയോ ചായയോ കുടിക്കണം, പെട്ടെന്ന് ഉറക്കം വരും. എന്നാൽ അത് പലരോടും പറയുമ്പോൾ അവർ പറയും, അയ്യോ ചായ കുടിച്ചാൽ ഉറക്കം പോകത്തില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതികളുണ്ട്. ചിലർക്ക് രാവിലെ, ഇപ്പം നമ്മൾ മലബാർ സൈഡിലോട്ട് ചെന്നാൽ രാവിലെ കടി നിർബന്ധമാണ്. അതായത് എന്താ പറയുന്നത്, ഏതാണ്ടൊന്ന് പറയുമല്ലോ, ഏതാണ്ട് കടിച്ചില്ലെങ്കിൽ കടിച്ചില്ലേ കിതയ്ക്കുമെന്നോ എന്തോ ഇത്തവണ പോയപ്പോൾ അയ്യൂബുക്ക എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ കടിച്ചില്ലെങ്കിൽ എന്തോ ഒരു സംഗതി പറഞ്ഞു. അപ്പോൾ അതായത് ആഹാരം കഴിക്കുമ്പോൾ അതിനോടൊപ്പം ചില സംഗതികൾ, പിന്നെ വൈകുന്നേരമുള്ള സംഗതികൾ, അങ്ങനെ ചില ശീലങ്ങളുള്ളതുകൊണ്ട്. എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ചായയോടൊപ്പം ചൂടുവെള്ളം വേണം. അതായത് ചായയും ചൂടുവെള്ളവും 2 ഗ്ലാസ്സിൽ വെക്കും, എന്നിട്ട് ചായയും കുടിക്കും, ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കും. എനിക്കുള്ള പ്രശ്നം അതാ, ഞാൻ ചായ കുടിക്കാത്തതിന് ശീലം ഇത് തന്നെയാ. എനിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഞാൻ ചായ കുടിക്കണ്ട, അങ്ങനെ ഞാൻ ചായ ഉപേക്ഷിക്കും. അങ്ങനെ വ്യത്യസ്തമായ ശീലങ്ങൾ. ചിലർ രാത്രി കഞ്ഞിക്കാരാണ്, ചിലർ രാത്രി ചപ്പാത്തിക്കാരാണ്, ചിലർ ഉച്ചയ്ക്ക് ചപ്പാത്തിക്കാരാണ്, ചിലർ അതായത് എന്താ പറയുക, അവിയൽ മാത്രം കഴിക്കും, ചോറ് കുറച്ച് കഴിക്കും. ചിലർ 2 നേരത്തെ ഫുഡുകാർ മാത്രമുണ്ട്. ചിലർക്കാണെങ്കിൽ അങ്ങനെ ഒരു ടൈംലി ഫുഡില്ല, മറിച്ച് വിശക്കുന്നത് എപ്പോഴാണോ അപ്പോൾ കഴിക്കും. അത്തരത്തിൽ പ്രശസ്തനായ ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ MLA-യും ദീർഘനാൾ MLA-യും ഒക്കെ ആയിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാർ. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പ്രത്യേകിച്ച് സമയമില്ലല്ലോ മുലയൂട്ടുന്നതിന്. അത് വിശക്കുമ്പോൾ കരയും, അപ്പോൾ അമ്മ അതിന് പാല് കൊടുക്കും. പക്ഷെ പിന്നീട് വളർന്നു വരുമ്പോൾ ഇത് നമ്മൾ കൃത്യമായി 3 നേരം സെറ്റ് ചെയ്തുകൊണ്ട് വരിക. അതായത് രാവിലെ പിന്നെ കുറേ ഒരു ചെറിയ എന്താ പറയുന്നത് മിനി ടെമ്പോ, ഉച്ചയ്ക്കൊരു പാണ്ടിലോറി, വൈകിട്ടൊരു പെട്ടിയാട്ടോ, ഇങ്ങനെ കണക്കിന് നമ്മൾ ഭക്ഷണം സെറ്റ് ചെയ്തുകൊണ്ട് വരിക. അതേസമയം അങ്ങനെ ഉണ്ടാവാറില്ല. ഈ ബാക്കിയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നോക്കിയാൽ അവർ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും, വിശന്നില്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെയാണ് ശീലം. ഇത് ഞാൻ പറയുന്നത് ഈ തലമുറയിൽ മാത്രമല്ല, കഴിഞ്ഞ തലമുറയിലുള്ളവർക്കും ഇങ്ങനെ വിചിത്രമായ വ്യത്യസ്ത ശീലങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഭക്ഷണത്തിൻ്റെ മാത്രമല്ല,
ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥിരമായി പിന്നെ ഒരേ തരം പുതപ്പേ ഉപയോഗിക്കൂ ചിലർ ഉറങ്ങുമ്പോൾ. ചിലർക്ക് 2 തലയിണ വേണം, ചിലർക്ക് തലയിണയെ വേണ്ട. ഇങ്ങനെ വ്യത്യസ്തമായ കൗതുകകരമായ സംഗതികളുണ്ട്. അത് ഷെയർ ചെയ്താൽ നല്ല രസമായിരിക്കും. അങ്ങനെ ചിലർക്ക് അറിയാവുന്ന സാറ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ മുടി അതെ പലർക്കുള്ള ശീലം കേട്ടോ. അതെ, നമ്മളെപ്പോഴും ഇങ്ങനെ തലയിൽ ചിലപ്പോൾ നമ്മൾ തലയിൽ തടവും, ചിലർക്ക് നഖം കടിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഈ ശീലങ്ങളുടെ എല്ലാം ഒരു ആകത്തുകയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് ആൾ മാറ്റിയവരുണ്ട്, അവർക്ക് ആ അനുഭവം പറയാം. ചിലരിപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ശീലത്തിൽ ജീവിച്ചു, അവിടുന്ന് പ്രവാസി ലോകത്ത് ചെന്നു അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി, ഈ ശീലം എല്ലാം മാറി. മനസ്സിലായില്ലേ? ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മളൊരു രസകരമായ ശീലം പറയാം. പണ്ടത്തെ കാലത്ത് എല്ലാ ആളുകളും ഈ തലയിണയിൽ ഭൂപടം വരയ്ക്കുന്നവരായിരുന്നു. ഈത്ത ഒലിപ്പിക്കുക എന്ന് പറയും ഇവിടെ. അവിടെ ഓരോ സ്ഥലത്ത് എന്താ പേരെന്ന് എനിക്കറിഞ്ഞൂടാ. ഉറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ ഇപ്പം. പക്ഷെ ഇപ്പോൾ വലിയ ആളുകളെല്ലാം ഈ പടം വരപ്പ് നിർത്തി. നിർത്തി. പക്ഷെ പണ്ട് സ്ഥിരമായി ഓരോരുത്തരുടെയും തലയിണയിൽ ആഫ്രിക്ക, ഏഷ്യ, വൻകരകൾ ഒക്കെ ധാരാളമായി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പിള്ളേർ ഭൂപടം ഇടാന്ന് ചോദിച്ചാൽ ആ തലങ്ങണി ഇഞ്ഞെടുത്തോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് ഈ ഭൂപടത്തിൽ കാണിച്ചു കൊടുത്തു. അതെ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഗതികൾ, കൈവന്നതും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതുമായ ഒരു സംഗതികൾ ഒരുപാടുണ്ട്. പിന്നെ നഷ്ടപ്പെട്ടു പോയ ചില ശീലങ്ങളാണ് വളങ്കടിക്ക് ചൊറിയുക. ഒരു കാലത്ത് മുഴുവൻ ആളുകളുടെയും രാത്രി കാലങ്ങളിലെ ഒരു വിനോദമായിരുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരു ചെറിയ ചരടെടുത്തുകൊണ്ട് വന്ന് അതിങ്ങനെ ആ ചൊറിയുന്ന സ്ഥലത്ത് വലിഞ്ഞ് മുറുക്കി കെട്ടി അതിൻ്റെ അറ്റം വരെ ഇങ്ങനെ എത്തിച്ചിട്ട് ഒരു പിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൈതമുള്ളുകൊണ്ട് ഒറ്റ കുത്ത്. അപ്പം കുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ചോര പോകുമ്പോൾ ഈ ചൊറിയുന്നതിനൊരു ആശ്വാസം വരും. അപ്പോൾ അങ്ങനെ അന്നേരം പിന്നെ ഈ ആളുകൾ വിചാരിക്കുന്നത് ഇത് ദുഷിച്ച രക്തം അങ്ങ് പോയി എന്നൊക്കെ പറയുന്ന ചില ചിന്താഗതികളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ശീലങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ എന്താ പറയുന്നത് ഭയങ്കര ഒരു താല്പര്യങ്ങളുടെ ഭാഗമായി കൊണ്ട് നടക്കുന്ന സംഗതികളുണ്ടായിരുന്നു. ഇത് പ്രായമായവർക്കും ധാരാളം പേർക്കുണ്ടായിരുന്നു. അതായത് പിന്നെ എന്താ പറയുന്നത് മാവിൻ്റെ ഇല കൊണ്ട് പല്ല് തേക്കുന്നവരുണ്ടായിരുന്നു. സോപ്പ് ഉണ്ടല്ലേ, കുറച്ച് പ്രായമായ ആളുകളൊക്കെ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ സോപ്പ് ഒരിക്കലും ഉപയോഗിക്കാത്തവരുണ്ടായിരുന്നു. അതുണ്ട്, അതിപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകൾക്കും സോപ്പ് പാടില്ല, അവർക്ക് ഉപയോഗിക്കാനേ പറ്റില്ല എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത് അവരുടെ ജീവിത ശൈലിയായി മാറി. അതെ, ചിലരെ എണ്ണ ഒട്ടും ഉപയോഗിക്കാത്തവരുണ്ട്. പിന്നെ എണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രെയിനിങ്ങിനോ ഒക്കെ പോകുമ്പോൾ ചില സുഹൃത്തുക്കൾ വിളിച്ചിട്ട് ചോദിക്കും നിൻ്റെ കയ്യിൽ എണ്ണയുണ്ടോ? അപ്പം നമ്മുടെ കയ്യിൽ എണ്ണ എന്ന് പറയുന്ന ഒരു സംഗതിയേ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശീലങ്ങൾ. പിന്നെ ഒരുപാട് അച്ചാർ തിന്നവരുണ്ട്, പിന്നീട് അച്ചാർ വേണ്ട എന്ന് തീരുമാനിച്ചവരുണ്ട്. ഉണക്കമീൻ, പപ്പടം തുടങ്ങിയ വളരെ വിചിത്രമായ ഭക്ഷണശീലങ്ങൾ, ജീവിതശീലങ്ങൾ, പിന്നെ വസ്ത്രശീലങ്ങൾ, കുളിശീലങ്ങൾ, ഉറക്കശീലങ്ങൾ അടക്കമുള്ളവയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിക്കാം. പിന്നെ ഈ തുടങ്ങിയൊന്ന് പറഞ്ഞ് കിട്ടാൻ ഒരാളെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. നമ്മളാ പറയത്തില്ലേ ആദ്യം വലുതുകാലി വെച്ച് കയറുക എന്ന് പറയുന്ന പോലെ. അങ്ങനെ ആരെങ്കിലും ഒരാൾ കയറി തൻ്റെ ശീലത്തെക്കുറിച്ചോ വാർത്തയുടെ സമയമായോ? അപ്പം അന്നേരം അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, നിങ്ങൾ കണ്ടിട്ടുള്ളവർ പറയാം, സുഹൃത്തുക്കളുടെ ശീലങ്ങൾ പറയാം. ചില നാടുകളിൽ പോയി മറ്റ് ചില മനുഷ്യരെ കാണുന്നവർ, ഇപ്പോൾ ഈ അറബി നാട്ടിൽ പോയി ജീവിച്ചവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിച്ചവർ, അവിടുത്തെ മനുഷ്യരുടെ വിചിത്രമായ ചില ശീലങ്ങൾ, ചില ശൈലികളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ചിലത് നമ്മൾ ഉൾക്കൊള്ളും, ചിലത് നമ്മളത് കണ്ടിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ വ്യത്യസ്തമായ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ശീലങ്ങളെയും രീതികളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനിയിപ്പോൾ വാർത്തകളുടെ ഇടവേളകൾ കൂടി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ആഹാര കാര്യങ്ങളും അടക്കമുള്ള ആ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ചില പ്രായമായവർക്ക് ചില ശീലങ്ങളുണ്ട്. ഒരിക്കലും RKP പറയുമായിരുന്നു. RKPയുടെ അച്ഛൻ സായിപ്പച്ചൻ വിളിക്കുന്ന അച്ഛൻ മരിച്ചുപോയി, 100 വയസ്സിൽ കൂടുതലുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു ശീലം പറയുമായിരുന്നു. അച്ഛനിങ്ങനെ പാടത്ത് പണിയെടുത്തിട്ട് നടന്ന് അടുക്കളയെടുത്തൂടെ പോകുമ്പോൾ അമ്മ കറക്റ്റായിട്ട് അടുക്കളയെടുത്തെത്തുമ്പോൾ അച്ഛനെ വിളിക്കണം ആഹാരം കഴിക്കാൻ, ഇല്ലെങ്കിൽ ആ നടത്ത നേരെ വീണ്ടും പാടത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളുണ്ട്. ഇടവേളയാണ് തിരിച്ചെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ രീതികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പല വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികളൊക്കെ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളിലുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും അറിയാലോ. അപ്പോൾ ആ അറിയുന്ന വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു പോകാം.
അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നപ്പോഴും സാറ് പറഞ്ഞു നിർത്തിയതും അങ്ങനെ തന്നെയാണ്. പാടത്ത് കൂടി നടന്നു വന്ന് അടുക്കളയുടെ അടുത്ത് എത്തിയാൽ ഭാര്യ കഴിക്കാൻ വിളിച്ചാൽ മാത്രമേ, അച്ഛനെ കഴിക്കാൻ വിളിച്ചെങ്കിൽ മാത്രമേ അച്ഛന് കഴിക്കാനൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ അച്ഛന്മാർക്ക് ഒരുപാട് ശീലങ്ങളുണ്ടായിരുന്നു പണ്ട്. അച്ഛന്മാരുടെ ശീലങ്ങൾ വളരെ വിചിത്രവും വിശിഷ്ടവും വ്യത്യസ്തവുമായിരുന്നു. അതൊക്കെ നമ്മൾ പലപ്പോഴും അമ്മമാരെ ഓർക്കുമ്പോൾ ഈ അച്ഛന്മാരുടെ ശീലങ്ങളൂടെ വെച്ചാണ് ഓർക്കുന്നത്. കാരണം അങ്ങനെയാണ്. 5 മണിക്ക് ചായ വേണ്ട അച്ഛന്മാരുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ വേണമെന്നുള്ളതുണ്ട്. എഴുന്നേറ്റ് വന്നാൽ ഉടനെ വെള്ളം കുടിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ചിലർ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞ് ഒത്തിരി വെള്ളം കുടിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ശീലങ്ങൾ നമ്മളിലേക്ക് നോക്കിയാൽ നമുക്കങ്ങനെ ഒരുപാട് രീതികളും ശൈലികളും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ പക്ഷേ അത് ചിലത് വളരെ അപകടകരമാണെന്ന് അറിഞ്ഞ് പിന്നീട് നമ്മളത് തിരുത്തിയിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ എനിക്കൊരു ഒരു വായിച്ചൊരു ഇതാണ്, കോട്ടാണ് ഓർമ്മ വരുന്നത്. ജോബി ജോസ് കാട്ടിക്കാട് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, എൻ്റെ അപൂർണതകളിലെ ക്ഷമയും ആവേഗങ്ങളിലെ ക്ഷമയും നീയാണ് എന്ന് പറയുന്നത്. സ്ത്രീയെക്കുറിച്ച് അവർ പറയുന്നതാണ്. അപ്പോൾ ശരിയാണ്, നമ്മളെ അപൂർണതകളിലെല്ലാം നമുക്ക് ക്ഷമ നൽകുന്നത് നമ്മുടെ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആരായാലും, അപ്പൂപ്പന്മാരാണെന്നുണ്ടെങ്കിലും ഗൃഹനാഥന്മാരൊക്കെ ആണെങ്കിലും ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടിയാണ് നിൽക്കുക. അത് അവരുടെ ആ ഒരു ധാർഷ്ട്യം കൊണ്ട് പല കാര്യങ്ങളും, അവരുടെ ആ ഒരു സ്വഭാവം തന്നെയാണത്. അതുകൊണ്ട് നമ്മൾ കുറേയേറെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ മനുഷ്യൻ്റെ ശീലങ്ങളും ആരോഗ്യവുമായി വലിയ ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഡോക്ടർ, നമ്മളില്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചില ഉപകരണങ്ങളില്ല എന്ന് ഉറക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളായ ഒരു മനുഷ്യനുണ്ടല്ലോ, ഹാരിസ് ചിറക്കൽ. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം എഴുതിയത് ഉറക്കക്കുറവിനെക്കുറിച്ചാണ്. ഒരുപാട് മനുഷ്യരുടെ അതിൽ പറയുന്നത്, പ്രായമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉറക്കക്കുറവ്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ പല രോഗങ്ങൾക്ക് ചികിത്സ നൽകുമ്പോഴും പരിഗണന നൽകാത്ത ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഉറക്കക്കുറവ്. 6 മണിക്കൂർ ഇടതടവില്ലാതെ രാത്രി ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. 50-60 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഉറക്കക്കുറവ് കണ്ടു തുടങ്ങുന്നു. രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്ന ബുദ്ധിമുട്ട് ഉറക്കത്തെ നന്നായി ബാധിക്കുന്നു. ആദ്യമൊക്കെ 1 തവണ, പിന്നെ 2, 3, 4 ഇങ്ങനെ കൂടുതൽ പ്രാവശ്യം എണ്ണീക്കുന്നതോടുകൂടി ആരോഗ്യകരമായ ഉറക്കം തീരെ ഇല്ലാതാകുന്നു. രക്തസമ്മർദ്ദം വർദ്ധിക്കുക, മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാര്യമായി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലർ ഈ അമിതമായി വെള്ളം കുടിക്കുന്നത് ഒരു പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കിടക്കുന്നതിനൊക്കെ മുമ്പ് ഒത്തിരി വെള്ളം കുടിക്കണം എന്നൊക്കെ എവിടെയെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലോ ഫേസ്ബുക്കിലോ ഒക്കെ വായിച്ചിട്ട് ഇത് നമ്മൾ കുടിക്കാറുണ്ട്. ഒരു ദിവസം പരമാവധി 1.5 ലിറ്റർ വെള്ളമേ, അഥവാ 6 ഗ്ലാസ് വെള്ളം മതി ശരീരത്തിന് ആവശ്യമുള്ളൂ. ഇനി വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ ഒക്കെ ഉള്ളവർ വളരെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം കുടിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുടിച്ചാൽ രക്തത്തിൽ സോഡിയം വളരെയേറെ കുറഞ്ഞ് അബോധാവസ്ഥയിലാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം വളരെ കുറച്ച് അമിതമായി വെള്ളം കുടിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഉറക്കം ശരിയായി ലഭിക്കാത്തവർ, രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടവർ, ഇവർ ശരിയായ ചികിത്സ തേടുക. എന്ന് പറഞ്ഞാൽ പലതവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നത് ചിലപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ചികിത്സ എടുക്കേണ്ടതിന് പകരം ഇതൊക്കെ ചില ശീലങ്ങളായി നമ്മൾ കൊണ്ടു കടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 2-3 കുപ്പി വെള്ളവും കുടിച്ച് എന്നിട്ട് രാത്രി 5-6 തവണ എഴുന്നേറ്റ് മൂത്രമൊഴിച്ച് അവസാനം ഉറക്കമില്ല എന്ന് പറയുക, സോഡിയം കുറഞ്ഞു പോവുക, അബോധാവസ്ഥയിലാവുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതികളും ശീലങ്ങളും മനുഷ്യർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. പിന്നൊരു ശീലമുണ്ട്, എന്തെങ്കിലും തരത്തിലെ ഈ ഒരു മനുഷ്യന് അസുഖം വന്നു, വാർദ്ധക്യകാലത്ത് അസുഖം വന്നു, അബോധാവസ്ഥയിലായി. ആ അബോധാവസ്ഥയിലാവുമ്പോഴത്തേക്ക് ഇനി പിന്നെ ദൈവികമായ എന്തെങ്കിലും ചെയ്താൽ മതി. ആശുപത്രികളെല്ലാം ഭയങ്കര കൊള്ള ചെയ്യുന്ന സ്ഥലങ്ങളാണ്, ഇനി അവിടെ കൊണ്ടിട്ട് കുത്തുകയും കീറുകയും വേണ്ട എന്നും പറഞ്ഞ് എല്ലാവരോടും ചുറ്റിനും കൂടി നിന്ന്, മുസ്ലിം മതത്തിലാണെങ്കിൽ കുറച്ച് ദിക്റും സലാത്തും ഓതലും ഒക്കെ, ബാക്കി മതങ്ങളിൽ എനിക്കറിയില്ല, വല്ല ഭക്തിസാന്ദ്രമായ എന്തെങ്കിലും ഓതലോ വായനയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, എന്താണ് ഇയാൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ ഒരു ഡോക്ടറെയോ കൊണ്ടുപോയി കാണിച്ചത് അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട്. സോഡിയമോ ഷുഗറോ ഒക്കെ കുറഞ്ഞാൽ അബോധാവസ്ഥയിലാവും, ആൾ മരിക്കൊന്നുമില്ല. അത് കിടന്ന് വളരെ 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 വേദനിച്ച് അവസാനം ഫിറ്റ്സായി മാറും. പിന്നെ എന്താ പറയുക, നമ്മളീ പറയുന്ന ജന്നി പോലെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം വിചിത്രമായ ശീലങ്ങളും ചിന്തകളും ഒക്കെ മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ അഭിപ്രായം പറയാൻ പറഞ്ഞത്, നിങ്ങൾ വിളിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ പറയുന്ന അനുഭവത്തിലോ ജീവിതത്തിലോ സംഭവിച്ചിട്ടുള്ള ഇത്തരം വിചിത്രമായ ശീലങ്ങൾ നിങ്ങൾ മാറ്റിയെടുത്തത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ശീലങ്ങൾ സവിശേഷമായി കണ്ട് അനുകരിക്കാൻ ശ്രമിച്ചത്, അത്തരം വിചിത്രമായ
അല്ലെങ്കിൽ വ്യത്യസ്തമായ നിങ്ങളുടെ ശീലങ്ങളെ ചിട്ടപ്പെടുത്തിയ, നിങ്ങളുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തിയ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടത്. ചില സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഈ രാത്രി വെള്ളം കുടിക്കുന്ന ഒരു ശീലം വരുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇത്ര മാത്രമേ വെള്ളം കുടിച്ചുള്ളൂ, അപ്പൊ എന്നാ ഇന്നത്തെ ദിവസം ഇത്രയും കുടിച്ചേക്കാം, അതിനെ ബാലൻസ് ചെയ്യിക്കാം എന്ന് കരുതി രാത്രി ഒന്നിച്ചങ്ങ് കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതാണ് മെയിനായിട്ട് അവർക്ക് ആരോഗ്യത്തിനേക്കാൾ ഏറെ അത് ദോഷകരമായിട്ട് മാറുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ ഒരു മെഡിക്കൽ വിദഗ്ധൻ പറയേണ്ടതാണ്. എങ്കിൽ കൂടി ഞാൻ പറയാം, ഇതൊരു ഡോക്ടർ എഴുതിയത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അദ്ദേഹം ഒരു യൂറോളജിയുടെ മെഡിക്കൽ കോളേജിലെ ഹെഡാണ്. അദ്ദേഹം പറഞ്ഞത് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ആ പറയുന്ന കാര്യത്തിൽ എത്ര എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ ശീലം, അയാൾക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടോ, ക്രെഡിബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം. അല്ലാതെ വാട്സപ്പിലൂടെ ആരെങ്കിലുമൊക്കെ എഴുതി ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങളെ പിന്തുടർന്ന് വലിയ കുഴപ്പത്തിലും അപകടത്തിലും ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശീലങ്ങൾ ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ അനാരോഗ്യകരമായി കണ്ടുവരുന്നൊരു ശീലത്തെക്കുറിച്ച് കൂടിയാണ് ഈ ഡോക്ടർ സൂചിപ്പിച്ചത്. അതായത് ഉറങ്ങുന്ന സമയത്തിൻ്റെ ഒരു പാറ്റേൺ എൻ്റെയറായിട്ട് മലയാളിയുടെ മാറി. മറ്റേത് പഴയ കാലത്ത് ഒരു 8:30-9 മണിയാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ ലൈറ്റും അണയുമായിരുന്നു. 9-9:30 പോവില്ല എന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് കൂടുമെന്നും പറഞ്ഞ് വീട്ടിലുള്ള അച്ഛനോ മറ്റോരോ ഒക്കെ തന്നെ അച്ഛൻ വന്ന് ഇനി ലൈറ്റ് ആണ് അല്ലെ മുറി ലൈറ്റ് ഇട്ട അച്ഛൻ ചോദിക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയിൽ അങ്ങനെ അങ്ങ് അവസാനിക്കുമായിരുന്നു. പിന്നെ വെളുപ്പിനെ ഒരു 5-5:30 ആകുമ്പം എഴുന്നേക്കുമായിരുന്നു, അല്ലെ 6 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ എത്ര മണിക്കൂർ ഉറക്കമായി? പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും രാത്രി എന്ന് പറയുന്നത് 12 മണിയാണ് മിനിമം. 11:30 എന്ന് പറയുന്നത്, അല്ലെ 11 മണി എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു സംഗതിയായി മാറി. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 11 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ജോലിക്ക് പോകുന്നവർ, മക്കളെ ജോലിക്ക് വിടേണ്ടവർ, സ്കൂളിൽ വിടേണ്ടവർ, ഇവരെല്ലാം രാവിലെ ചാടി എഴുന്നേറ്റിട്ട് കുറച്ച് ദിവസം നാളുകൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ രക്തസമ്മർദ്ദമായി, ശരീരത്തിന് ക്ഷീണമായി, വാദത്തിൻ്റെ പ്രശ്നമായി, അങ്ങനെയുള്ള ഒരുപാട് ശീലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് ഈ ഡോക്ടർ പറഞ്ഞ 6 മണിക്കൂർ ഉറക്കത്തിൻ്റെ കാര്യം. നമ്മുടെ ഈ സ്വഭാവം, ഈ ജീവിതശൈലിക്ക് വല്ലാതെ മാറ്റം വരുത്തുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ രാവിലെ ഉണരുകയാണെന്നുണ്ടെങ്കിലും, ഉണർന്നിട്ട് ആദ്യം എന്താണ് ചെയ്യുന്നത് എന്നതുപോലും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ എടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാര്യം ഒരു സ്വഭാവം, നമ്മുടെ ഒരു സ്വഭാവം ജീവിതശൈലിയിൽ വരുന്ന കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അതേപോലെ ചില കാലാവസ്ഥയിൽ നമുക്ക് മാറ്റങ്ങളുണ്ടാവും. ചില മഴയുള്ള സമയത്ത് നമുക്ക് ചില സ്വഭാവങ്ങളുണ്ട്. അങ്ങനെ നനഞ്ഞ ചെരുപ്പിട്ടാൽ അത് അഴുക്കാവും, അത് പ്രശ്നങ്ങളൊക്കെ, നനവിലേക്ക് ഇറങ്ങില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ. വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് വീടുകൾ, അടുക്കളകൾ അല്ലെങ്കിൽ അതിൻ്റെ ശൈലിയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ട് നമ്മുടെ വീടുകളിലും അടുക്കളയിലും ഒക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പല വീടുകളിലും ഈ പാറ്റ, പിന്നെ എലി, പല്ലി എന്നൊക്കെ പറയുന്ന എല്ലാ ജീവികളുടെയും ഒരു വിളയാട്ട സ്ഥലമായിരുന്നു. ഇപ്പോൾ പുതിയ കാലത്ത് വന്നപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി ഒരു നീറ്റ്നെസ്സും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സിലൊക്കെ കുറച്ചുകൂടി ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ അത്തരം കാര്യങ്ങളിൽ നമുക്ക് സ്വീകരിക്കേണ്ട പിന്നെ ബാക്കിയുള്ള മറ്റു പല വിഷയങ്ങളിൽ, നമ്മുടെ രീതികളിൽ, നമ്മുടെ ശീലങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാത്രി ഡ്രൈവിങ് ഇന്ന് ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ശീലിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ എവിടെങ്കിലും പോവുകയാണെങ്കിൽ രാത്രി പോകാമെന്ന് പറയുന്നു. ഒരുപാട് വാഹനാപകടങ്ങളും മരണങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ ഒരു വെളുപ്പിനെ 3 മണി, 3:30 മണി, 4 മണി, 5 മണിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞിട്ട് ബ്രെയിൻ ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ആകുന്ന സമയമാണ് ഈ 3:30-4 മണി. നമ്മൾ എത്ര ഉണർന്നിരുന്നാലും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അല്പം നേരത്തെ ട്രാവൽ ചെയ്ത് എവിടെങ്കിലും ചെന്ന് കിടന്ന് പിന്നെ അടുത്ത ദിവസം രാവിലെ ഫ്രഷായി അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങി എഴുന്നേറ്റ് പോകുന്നതിൻ്റെ ഒരു ഗുണവും മെച്ചവും ഒന്നും കിട്ടില്ല. ഇപ്പോൾ അടുത്ത തലമുറയിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വേറെ ഏതോ ട്രെൻഡുകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആരോഗ്യരംഗം, ഇനി മലയാളി അടുത്ത ഒരു 10 വർഷം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന് ചികിത്സയായിരിക്കും. കാരണം ഒരുപാട് ആശുപത്രികൾ ഇപ്പോൾ നമ്മൾ കാണുന്ന പേരുകളും ബ്രാൻഡുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ആശുപത്രികളൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ് ആളുകളാണ് ഇപ്പോൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ നടത്താനായി ഓപ്പറേഷണൽ ചുമതല എടുത്തിരിക്കുന്നതും. അവർ ഭയങ്കര ക്വാളിറ്റി സർവീസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചിലവ് പണ്ടുള്ളതിനേക്കാൾ 10, 50, 60%
വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് താങ്ങാനാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ നമ്മുടെ വ്യത്യസ്തമായ നല്ല ശീലങ്ങൾ കൊണ്ട് മറികടക്കാനും അത്തരം കാര്യങ്ങൾ ചെയ്യാനുമാണ് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ശീലങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം ഇല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം, അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. കാരണം ഇത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ ആർക്കും അഭിപ്രായം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു. ഈ പുതിയ കാലത്തിൻ്റെ കുട്ടികളുടെ മിഠായി, പിന്നെ കുറച്ച് ന്യൂ ജനറേഷൻ ഈ ലേസ് അത് ഇതെന്നൊക്കെ പറയുന്ന ന്യൂ ജനറേഷൻ ഫുഡ്, അതുണ്ടാക്കുന്ന എന്താ പറയുന്നത് ഈ പിന്നെ പീഡിയാട്രിക് ആയിട്ടുള്ള കുട്ടികൾക്കുണ്ടാക്കുന്ന ഗ്യാസ്ട്രോ എൻട്രോളജി പ്രോബ്ലംസ്, വയറിൻ്റെ അസുഖങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ, നമസ്കാരം, പറയൂ. എന്റെ അച്ഛനാണെങ്കിൽ പണ്ട് മുതലേ ഈ മാവലി ഉപയോഗിച്ചായിരുന്നു പല്ല് തേപ്പ്. മരിക്കുവോളും അതാണ്. ഇപ്പൊ അച്ഛൻ മരിച്ചുപോയി. മരിക്കുവോളവും മാവല ഉപയോഗിച്ചു. അപ്പൊ ഞങ്ങളോടെയും പറയും മാവല വെച്ചേ പല്ല് തേക്കാവുള്ളായിരുന്നു. അങ്ങനെ അച്ഛൻ പഠിക്കുന്ന സമയം വരെയൊക്കെ ഞങ്ങൾ ഉമുക്കരി മാവലയൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പൊ പിന്നെ ഉമുക്കരി ഉപയോഗിക്കും, ഞാൻ ഉമുക്കരി ഉപയോഗിക്കും, പേസ്റ്റ് ഉപയോഗിക്കും. അങ്ങനെ ഇന്നുവരെയും തുടർന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാല് അവർക്ക് പേസ്റ്റ് മാത്രം മതി, അങ്ങനെ ഇവിടെ കണ്ടുവരുന്നത്. അതിന് നല്ല വശമുണ്ട്, മോശ വശമുണ്ട്. എന്ന് വെച്ചാൽ അത് മാത്രമാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ അതാണ് അവരുടെ സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതായത് ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതികളെന്ന് പറഞ്ഞാൽ, താങ്ക് യു, വിളിച്ചതിന് നന്ദി. പേസ്റ്റ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. യാത്ര പോകുമ്പോഴും അവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ അൾട്ടിമേറ്റ്ലി ചിന്തിച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ അമിതമായ ഉപയോഗം ഈ ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കുന്നുണ്ടോയെന്ന്. ഫ്ലൂറൈഡുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അത് പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഈ പല്ല് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് നല്ലതാണ്, അത്യാവശ്യമാണെങ്കിൽ ചെയ്യുകയൊക്കെ വേണം എന്തെങ്കിലും. പക്ഷേ വെറുതെ ഇതൊരു ഒരു ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കളയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ചെന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോഴത്തേക്ക് ഈ പല്ലിൻ്റെ ഗ്യാപ്പെല്ലാം വർദ്ധിക്കും, വിടവെല്ലാം വർദ്ധിക്കും. ഞാനൊരിക്കൽ ക്ലീൻ ചെയ്തപ്പോഴാണ് അത് പഠിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണ കയറിയിരിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഭക്ഷണം നമ്മുടെ പല്ലിൽ കയറിയിരിക്കും. അപ്പം അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. ഈ ബാക്കിയുള്ള ഉമുക്കരിക്കും മറ്റേനൊക്കെയുള്ള ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോകുന്നു, നമുക്കിതും കൊണ്ട് പോകാനൊക്കില്ല. ഇത് ഈ ബാഗിനകത്തൊക്കെ ചിലപ്പം പൊഴിഞ്ഞ് വീണ് ഇത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വലിയ പാടാണ്. പിന്നെ അത് മാത്രമല്ല, അത് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ വൈറ്റ് വാഷ് ബേസിനൊക്കെ ആണല്ലോ, അതിലൊക്കെ വേറൊരു ഡിസൈൻ പോലെ വരും. അപ്പോൾ എന്തായാലും അത് ഈ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ആളുകൾക്കുണ്ടായിരുന്നൊരു ശീലമാണ് ഈ പറഞ്ഞ മാവില ഉപയോഗിച്ച് പല്ല് തേക്കുന്നത്. അതുപോലെ വ്യത്യസ്തമായ ശീലങ്ങൾ, ഭക്ഷണശീലങ്ങൾ, ജീവിതശൈലിയിലെ ശീലങ്ങൾ, ഉറക്കത്തിൻ്റെ ശീലങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. ചില ആളുകളുണ്ട്. ഒരു പയ്യനെ പരിചയപ്പെട്ടിരുന്നു കോഴിക്കോട് വെച്ച്. അവന് എല്ലാവർക്കും കോവിഡ് വെല്ലുവിളിയാണ് ഉണ്ടാക്കിയത്. അവന് കോവിഡ് ഒരു അനുഗ്രഹമായിട്ട് മാറി. എന്താണെന്ന് വെച്ചാൽ അവന് ഈ കോവിഡിന് മുമ്പ് ഏതാണ്ട് ഒരു 10-15 വർഷക്കാലം രാത്രി ഉറങ്ങില്ലായിരുന്നു, ഒട്ടും ഉറങ്ങില്ലായിരുന്നു. അവൻ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, മറ്റവരെ കണ്ടു, ഒട്ടും ഉറങ്ങില്ല. ആകെ അരമണിക്കൂറെങ്ങാണ് ഉറങ്ങിയാൽ റെഡിയായി. പക്ഷെ അവന് കോവിഡ് വന്നു. കോവിഡ് വന്നതോടുകൂടി അവൻ്റെ ഉറക്കം നോർമലായി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിന്നെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ വളരെ ദയനീയമായിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ, സാറേ ഇപ്പോൾ ഈ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുവാ എനിക്ക്. അപ്പോൾ ഈ വീഡിയോ എടുത്താൽ ഇനി അവരൊക്കെ കണ്ടിട്ട് ഇനി എനിക്ക് കല്യാണം മുടങ്ങിയാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, നീ മുടങ്ങണ്ട, കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചില ശീലങ്ങൾ മാറിയിട്ടുണ്ട്. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചില ശീലങ്ങൾ മാറ്റേണ്ടി വരും. അല്ലെങ്കിലും രോഗങ്ങൾ വരുമ്പോഴാണ് ഈ ശീലങ്ങൾ മാറ്റി തുടങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഗതി കണ്ടു, ഈ മയണൈസിനെ കുറിച്ച്. മയണൈസെല്ലാം ഭയങ്കര ഹെൽത്തിയാന്നുള്ള രീതിയിലാണ് എല്ലാവരും കഴിക്കുന്നത്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ കുഴപ്പമില്ല, എടുക്കും. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ, നമസ്കാരം, പറയൂ. ബ്രേക്ക് ഇട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഓടി കയറിയത്. പറയൂ. ശീലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രകൃതിയിൽ നമുക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്. നടക്കുക എന്ന് പറയുന്ന ഒരു ശീലം എന്ന് പറയുന്നത് അത് നടക്കും.
അതെനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടുന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് താലപ്പൊലിക്ക് പോയി, ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ ശക്തിമേടെ ക്ഷേത്രത്തിലേക്ക് ഞാനും പോയി. എന്തായാലും താലപ്പൊലി എടുത്ത് അവിടെ വരെ പോയി. അന്നേരം നമുക്കൊന്നും ഫീൽ ചെയ്തില്ല. തിരിച്ചെനിക്ക് ഇങ്ങോട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി പോയി. കാരണം നമ്മൾ ചെരുപ്പിന്റെ പുറത്ത് നടന്ന് ശീലിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ കാല് താഴെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ചെരുപ്പില്ലാതെയാണോ ഈ താലപ്പൊലിയും കൊണ്ട് പോകുമ്പോൾ നടക്കുന്നത്? താലപ്പൊലി പറഞ്ഞ ചെരുപ്പില്ലാതെ. ഓ, അത് ശരി. അപ്പൊ നമ്മൾ കത്തിച്ചതിച്ച് ഇങ്ങനെ പോകുമ്പോ അങ്ങ് നടന്നു. പക്ഷെ തിരിച്ചു വരാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ പിന്നെ കുറച്ച് പയ്യെ നടന്നപ്പോഴത്തേക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥ. അപ്പൊ പിന്നെ ചേച്ചിയുടെ മോൻ കൂടെ ഉണ്ടായിരുന്നു. അവര് ചെരുപ്പ് 15 ഇഞ്ച്, എന്റെ ആണെ 6. വ്യത്യാസം ഒന്ന് ആലോചിച്ച്. എന്നിട്ട് അതിനകത്ത് കയറി വള്ളത്തിനകത്ത് നമ്മൾ നിന്ന് വരുന്നോട്ട് ഇങ്ങനെ പമ്മി വീട്ടിലേക്ക്. അന്ന് ഞാൻ തീരുമാനിച്ചു ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണമെന്ന്. ഇപ്പൊ ഞാൻ രാവിലെ നടക്കുന്നത് ചെരുപ്പില്ലാതാണ്. അത് നമുക്ക് 1 കിലോമീറ്റർ നടക്കുന്നതിന് പകരം 1/2 കിലോമീറ്റർ നടന്നാൽ മതിയെന്നാ പറയുന്നത്. കാരണം ഇതിന്റെ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയേക്കാൾ കൂടുതൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ നമുക്ക് നമ്മള് ചില ശീലങ്ങൾ നമ്മള് ചെരുപ്പില്ലാതെ നമ്മളിങ്ങനെ ഈ റോഡിലൂടെ താലപ്പൊലിയും കൊണ്ട് നടന്നാലേ കാലൊക്കെ മുറിയാനൊക്കെ ഉള്ള റിസ്ക് ഉള്ള ചാൻസ് ഇല്ല. അത്രയും ദൂരം അത് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു സഹനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അല്ലാതെ ഇപ്പോൾ നമ്മൾ ശബരിമല പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 1 മാസം ചെരുപ്പിടാതെ നടക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു മാല ഇടുന്ന സമയത്ത് അങ്ങനെ നടക്കുന്നത്. അപ്പൊ അത് അവരുടെ ഒരു സഹനശക്തി ആണ് അവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഒരു ശീലം പറഞ്ഞത്, ഈ ചെരുപ്പില്ലാതെ നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇതിലൊരു വലിയ ശീലം നമ്മൾ മാറിയത് എവിടെയാണെന്നറിയോ? ഇന്ന് 40s കഴിഞ്ഞ ഒറ്റ സ്ത്രീകളും പുരുഷന്മാരും, അത് വല്ല ഹാൻഡ്ഫുൾ ഓഫ് ആളുകളേ ഉള്ളൂ, ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഇല്ല, അത് വലിയൊരു പ്രശ്നമാട്ടോ. യൂറോപ്യൻ ക്ലോസറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു കാലത്ത് 70-80 വയസ്സുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ ഉള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഇരിക്കാൻ പറയുന്നില്ല. 2 തരത്തിലാണ് അതുണ്ടായത്. ചിലർക്ക് ജെന്യൂനായ പ്രശ്നം കൊണ്ടുണ്ടായി, ചിലർ സൗകര്യമായി അങ്ങനെ ഒരു സംഗതി വന്നതോടുകൂടി ആ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം സാറേ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പണ്ടത്തെ വീടുകളുടെ മുറ്റം എങ്ങനെയായിരുന്നു? ചാണകം മെഴുകിയതായിരുന്നു. അപ്പോൾ അങ്ങനെ പണ്ടത്തെ ചാണകം മെഴുകിയ കണ്ടിട്ടുണ്ടോ? ചാണകം മെഴുകിയ മുറ്റം ഞങ്ങളൊക്കെ വീട്ടിന്റെ മുറ്റം ചാണകം മെഴുകുമായിരുന്നു. ഒറ്റ പ്രാവശ്യം എല്ലാം കാണും, അല്ലെങ്കിൽ കുറച്ചു കാലം ഉണ്ടാവും. കുറച്ചു കാലം ഞങ്ങൾ ചാണകം മെഴുകിയായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ഇരുന്ന് ശീലമുള്ള ആളുകളുണ്ടല്ലോ, അതേപോലെ ഈ അരിയാണെങ്കിലും മുളകാണെങ്കിലും വെയിലത്തിട്ട് ഉണക്കി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ശരീരത്തിനൊരു ആയാസമാണ്. ഇരിക്കുന്ന ജീവിതത്തിന്റെ ശൈലി ഒത്തിരി മാറി. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഇരിക്കുന്ന കൊരണ്ടി എന്നായിരുന്നു പറയുന്നത്. അതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയുന്നത്. ഇങ്ങനെ താഴെ ഇരുന്ന് പാ നെയ്യുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ അങ്ങനെ താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ കപ്പയോ ഒക്കെ അരിയാൻ വേണ്ടി താഴെയാണ് ഇരിക്കുന്നത്, മീൻ വെട്ടാൻ വേണ്ടി താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ചിലപ്പം വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോൾ മുറിയിൽ താഴെ ഇരുന്നാണ് എല്ലാവരോടും ഇരുന്ന് വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പം പക്ഷേ ഈ നമ്മുടെ ഇടിപ്പ്, മുട്ട് എല്ലാം നമ്മുടെ കൈവിട്ടു പോയി. ഇപ്പം ഇല്ല, നമ്മൾ സാധാരണ പറയത്തില്ലേ, കഞ്ഞിയിൽ നിന്നും പുട്ടിലേക്ക് മാറിയതുപോലെ മുട്ടിൽ നിന്നും വേറെ താണ്ടിലേക്ക് നമ്മൾ മാറുന്ന ഒരു സ്ഥിതി വിശേഷം. അതാ ഞാനത് പറഞ്ഞു വന്നത്. മുറ്റത്തിന്റെ കാര്യം അങ്ങനെ, മുറ്റം ചാണകം മെഴുകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മുറ്റം അടിച്ചു വരുന്നതാണെങ്കിലും കുനിഞ്ഞിട്ടായിരുന്നു. അങ്ങനെയാണ് അകത്തേക്ക് വരികയാണ്, വീടിൻ്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകം അടിച്ചു വരുന്ന സമയത്താണെങ്കിലും തുടയ്ക്കുന്നതൊക്കെ ആണെങ്കിലും നമ്മൾ തുണി വെച്ചായിരുന്നു തുടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ആയാസം ഉണ്ടായിരുന്നു. ആ ആയാസമൊക്കെ മാറിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട്, സാറിൻ്റെ ഒരു മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ. എനിക്ക് എന്റെ പാപ്പ ആണെങ്കിൽ ഞാൻ ജനിച്ച നാൾ തൊട്ട് ചെരുപ്പിടാതെ നടക്കും പുള്ളിക്കാരൻ. ആണോ? പിന്നെ വലിയൊരു തടിമുറുപ്പുകാരനായിരുന്നു. ഇപ്പം പുള്ളിക്ക് വയ്യ. പിന്നെ നമുക്ക് എണീറ്റ് മേപ്പോട്ട് നിൽക്കുമ്പോ ഉരുണ്ട് വീഴും, തന്നെ അങ്ങ് വീഴും. അങ്ങനെ വീണ് നെറ്റിയൊക്കെ പൊട്ടി. അങ്ങനെ ഉമ്മായും പാപ്പായും ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ പോയി നോക്കി അടിക്കുകയൊക്കെ ചെയ്യും. എന്റെ മോൻ പോയി നോക്കി അടിക്കുകയൊക്കെ ചെയ്യും. പുള്ളി തന്നെ കിടന്നങ്ങ് മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. പിന്നെ പുള്ളിക്ക് ഒരു ശീലമുണ്ട്, രാവിലെ വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കടയിൽ പോയി ചായ കുടിക്കും. കടയിൽ പോയി ചായ കുടിക്കത്തോള്, പിന്നെ ഉമ്മായി വിളിക്കത്തോള്. ഇപ്പോഴും ആ ഒരു ശീലം പുള്ളിക്കാരൻ. ഈ വയ്യാതിരുന്നെങ്കിൽ 2-3 വട്ടം ഉമ്മ കാണാതെ ഇറങ്ങി പൈസ എടുത്ത് കൈ വെച്ചുകൊണ്ട് അങ്ങ് പോവാ. അങ്ങനെ ചായക്കടയ്ക്ക് അകത്ത് ചെന്ന് ഉരുണ്ട് വീണു. അങ്ങനെ ആ കടക്കാരൻ വിളിച്ച് വീട്ടിൽ പറഞ്ഞ് പിന്നെ പോത്തില്ല.
പിന്നെ ഞാൻ വിളിച്ചു പറയും കട തുറക്കത്തില്ല പോവണ്ടെന്നൊക്കെ പറയും പുള്ളിക്കാരന്റെ അടുത്ത്. ആണല്ലേ? അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ, ആ ശീലം എനിക്കും ഉണ്ട്. ആണല്ലേ? രാവിലെ എണീക്കുമ്പോഴേ ചായ കൈ വേണം. ചായ വേണല്ലേ? അത് ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ ദിവസം വേറെ എന്ത് കുടിച്ചിട്ടും കാര്യമില്ലല്ലേ? പക്ഷെ വൈകിട്ട് ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല. പക്ഷെ രാവിലെ എനിക്കൊരു ചായ വേണം. ഉണർന്ന് വരുമ്പോ വേണോ? ചൂടോടുകൂടി വേണം. പിന്നെ രാവിലെ ഉണർന്ന് വരുമ്പോ രാവിലെ ഒരു കപ്പ് വെള്ളം അത് തിളപ്പിച്ചിട്ടപ്പോൾ ആ വെള്ളം ഞാൻ മുക്കിയാൻ കുടിക്കുമെങ്കിൽ രാവിലെ എനിക്ക് വരുമ്പോഴേ. ആണല്ലേ? പിന്നെ അങ്ങനെയുള്ള, പിന്നെ ഇപ്പൊ ജോലിക്ക് പോകുന്നോണ്ട് എല്ലാരും ചായ വാങ്ങിച്ച് കഴിക്കുമ്പം പിന്നെ ഞാനും വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അപ്പൊ അതൊരു ശീലമായിട്ട് മാറി. അതെ അതെ, ആ ഒരു ടൈമില്. അതെ അതെ, അപ്പൊ ഒരു ചായശീലമാണ് മൊത്തത്തിൽ പറഞ്ഞു വന്നത്. അതെ അതെ, ചായശീലം മൊത്തത്തിൽ മനുഷ്യർക്കാകെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അത് മലയാളിയുടെ ഒരു പ്രഭാതം ആരംഭിക്കുന്നതിന് പ്രധാനം. പക്ഷെ ഇപ്പം അടുത്ത തലമുറയിൽ ചായ മരിക്കുക. പുതിയ തലമുറയിൽ ആരും ചായ കുടിക്കുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിലെ 3 മക്കളും അവർക്ക് ചായയും വേണ്ട, കോഫിയും വേണ്ട, ഒന്നും വേണ്ട. ഞാനങ്ങ് അത്ഭുതപ്പെടും ഒരു പ്രഭാതം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. പറ്റുമായിരിക്കും, നമ്മൾ ശീലിച്ചെടുത്തതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് സ്റ്റാർട്ട് ചെയ്തെടുത്തതാണ്. അവർക്കൊന്നും വേണമെന്നില്ല. അവർ സ്ട്രെയിറ്റ് അവേ എന്താ പറയുന്നത്, അതിൻ്റെ അടുത്ത മാർഗത്തിലേക്ക് അവർ കാര്യങ്ങൾ അങ്ങ് നീങ്ങുക. അങ്ങനെ ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് ഒരു നേരം പ്രഭാതമാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഈ ചായ ഹെൽത്തി അല്ല എന്ന് പറയുമ്പോഴും, അമിതമായി ഉപയോഗം ഹെൽത്തി അല്ലെന്ന് പറയുമ്പോഴും, ഒന്ന് സ്റ്റാർട്ടറായിട്ട്, ഒരു മോട്ടിവേറ്ററായിട്ട്, ഒരു സ്റ്റിമുലേറ്ററായിട്ട് ഇതൊരു നല്ല സംഗതിയാണ്. ഇപ്പോൾ ഈ കോഫി തന്നെ യൂറോപ്യൻസ് ഈ നമ്മുടെ കൂട്ടിങ്ങനെ ഒരു ചരുവം ടാങ്ക് കണക്കിനൊരു കോഫിയല്ല അവർ കുടിക്കുന്നത്. അവരൊരു അര ഗ്ലാസ് അതിൻ്റെ 4/1 ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചിട്ട് അത് ടേസ്റ്റ് ചെയ്ത് വളരെ ഫീൽ ചെയ്ത് കുടിക്കണം. നമ്മൾ ഈ പ്രഭാതത്തിൽ കഴിക്കുന്ന ചായ ആയാലും അതെല്ലാം അത് വളരെ ബോധത്തോടെ നല്ല കൺവിക്ഷനോടുകൂടി ടേസ്റ്റ് ചെയ്ത് കഴിക്കണം. അത് ചുമ്മാ വാരി ഒഴിച്ചില്ല ഓരോ കുപ്പിക്കകത്തുനിന്ന് വേറൊരു കുപ്പിക്കകത്തോട്ട് ഒഴിക്കുന്ന പോലെ ഗ്ലാസ്സിൽ നിന്ന് വായിലോട്ട് ഒഴിച്ച് കളയരുത്. അത് വളരെ ടേസ്റ്റ് ചെയ്ത് കുടിച്ചാൽ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികളിലുള്ള രീതികളും ശീലങ്ങളും ഒക്കെ മനുഷ്യർക്ക് ഒത്തിരി. കേരളം വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞു കപ്പിലാണ് ചായ കിട്ടുക. അതാണെങ്കിൽ അതിൽ തന്നെ മസാല ടീയും അല്ലാതെ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ ഹലോ പറയൂ. പിന്നെ എനിക്ക് എന്റെ സഹോദരന്റെ മോനെ പറ്റിയാ പറയണ്ടേ. നേരത്തെ കൊറോണ വന്നില്ലായിരുന്നോ? ആ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പോഴും ആ മോനെ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ശീലമായി. കുളിക്കാൻ കേറിയ രാവിലെ 5 മണിക്ക് കേറിയിട്ട് വൈകുന്നേരം 2 മണിക്കും ഒക്കെ ആയിരുന്നു ഇറങ്ങുന്നത്. ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിലും കൈ കഴുകിയാൽ അത് മാറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്തു. അതാരെങ്കിലും ഒരു കൗൺസിലറെയോ ഡോക്ടറെയോ ഒന്ന് കൺസൾട്ട് ചെയ്യണം കേട്ടോ. അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത, അതിനൊരു പേര് പറയും, എന്താ ഒബ്സസീവ് കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറയും സൈക്കോളജിയിൽ. എന്താ മനസ്സിൻ്റെ ഉള്ളിൽ ചില തോന്നലുകൾ ഭയങ്കരമായി ആളിനെ കമ്പൽ ചെയ്ത് ആ സംഗതി ചെയ്യിക്കുന്നതാണ്. അതിന് നമ്മൾ നാടൻ ഭാഷയിൽ വസുവാസം എന്നൊക്കെ പറയും. ഇപ്പോൾ ഓരോരുത്തർ പറയുമല്ലെന്ന് പറഞ്ഞാൽ ചിലർ ഒരു പ്ലേറ്റ് തന്നെ 7 പ്രാവശ്യം കഴുകുക, ആര് കഴിയാലും വൃത്തിയാവാതെ അവരോട് തന്നെ കഴുകുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതൊക്കെ നമുക്ക് ഒറ്റത്തവണ കേൾക്കുമ്പോൾ അവൻ വലിയ വൃത്തിയുള്ളവനാണെന്ന് തോന്നുന്നെങ്കിലും അത് ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒബ്സസീവ് കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാം, കൗൺസിൽ ചെയ്ത് കറക്റ്റ് ചെയ്യാം. അല്ല, അങ്ങനെയല്ല, അതൊരു ബിഹേവിയർ ഒരു ബിഹേവിയറൽ തെറാപ്പി കൊണ്ട് അത് മാറും. അത് നമ്മളത് കേട്ടപ്പോൾ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ശീലങ്ങളുള്ള പല കുട്ടികളുണ്ടാവും പലതിൽ. അപ്പം നമ്മളതിലങ്ങ് അമിതമായ സംഗതിയായി ശ്രദ്ധിക്കാതിരിക്കുക, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഓക്കെ, വിളിച്ചതിന് സന്തോഷം, നന്ദി, ഒരുപാട് സന്തോഷം. നമ്മൾ ഈ കുട്ടികളൊക്കെ ചില ശീലങ്ങൾ, ചില കാര്യങ്ങളൊക്കെ പാറ്റേൺ കുട്ടികളാവുമ്പോൾ കറക്ഷൻ എളുപ്പമാണ്. അവരുടെ ലൈഫ് ഒരുപാട് മുന്നോട്ട് കിടക്കുക. ഇതിപ്പോൾ വയസ്സെന്ന ഒരാളാണെങ്കിൽ നമുക്കിനി അതിനകത്ത് മാനേജ് ചെയ്യാൻ നിൽക്കണ്ട, അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ന്യൂ ജനറേഷൻ ആവുമ്പോൾ അവർക്കത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു സംഗതി ഒന്ന് മാറ്റിപ്പിടിച്ച്, ചിലരിങ്ങനെ ഈ പറയുന്ന അമിതമായ സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, ചിലത് ശീലമായി സെറ്റ് ചെയ്തവരുണ്ട്, ചിലർ വളരെ പെട്ടെന്ന് മതിയാക്കി പോരുന്ന ആളുണ്ട്. ഞാനൊക്കെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് മതി എനിക്ക് കുളിച്ചിട്ടിറങ്ങാൻ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കുളിച്ചിട്ടിഞ്ഞ് വരാം. പിന്നെ പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ സോപ്പ് പോലെ ഇരിക്കും. അത് പിള്ളേർ പറയുന്നത് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല.
അത് ടൈം സാറിന്റെ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ സാർ, എല്ലാ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാലും അങ്ങനെയല്ല, അതൊരു ശീലം സെറ്റ് ചെയ്തതാ, അല്ലാതെ വേറെ അതിനകത്തിപ്പം അങ്ങനെ സമയത്തിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഒരു ഹാബിറ്റ് അല്ലാതെ സെറ്റ് ചെയ്താൽ, ഇപ്പം നമുക്കൊന്ന് വൃത്തിയായിട്ട് സമയം എടുത്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്താൽ അത് അതിന് നല്ലതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. ഏതാണെന്നറിയോ, എന്തോ എൻ്റെ ഒരു പ്രശ്നത്തിന് പറയുന്നത്, ഞാൻ പേര് മറന്നുപോയി, ഈ ഹൈപ്പർ ആക്ടിവിറ്റി. ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കെല്ലാം ഉണ്ട്. ഈ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ പറയുന്ന യോഗ, അങ്ങനെയുള്ള ഈ സൈലൻറ്റ് മൂഡിലേക്ക് അവരെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ഇരുത്തുക എന്ന് പറയുന്നത്. അല്ലെ വായിക്കാൻ പുസ്തകം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരയ്ക്കാൻ പരിശീലിപ്പിക്കുക. കൃഷി ചെയ്യാൻ വേണ്ടി കൃഷിക്ക് പറ്റില്ല. കൃഷി കുറച്ചുകൂടെ ആക്ട് അല്ലേ, അതായത് കുറച്ചുകൂടെ പ്രവൃത്തികളല്ലേ. കൃഷി ചെയ്യാനിപ്പം നിങ്ങളൊരു കുഞ്ഞിനെയും കൊണ്ട് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരുത്തിനെയും കൊണ്ട് കൃഷി ചെയ്യാൻ പോയാൽ അവൻ കമ്പെല്ലാം പിഴുതു ദൂരോട്ടുകളെ. പക്ഷെ പടം വരപ്പിക്കാൻ, അവന് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ വരയ്ക്കാൻ, നിറം കൊടുക്കാൻ ഒക്കെ അവനെ ഏൽപ്പിച്ചാൽ അവൻ്റെ ഒരു പാറ്റേൺ ഒന്ന് റിഫൈൻ ചെയ്യപ്പെടും, ഹൈപ്പർ ആക്ടിവിറ്റി ഒന്ന് കുറയും. അതുപോലെ വായിക്കാൻ പുസ്തകം കൊടുത്ത് എവിടെയെങ്കിലും ഇരുത്തുക. കമ്പ്യൂട്ടർ കൊടുത്താൽ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലെ വിഷ്വൽസ് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അവന് ആ സ്പീഡുമായിട്ട് അവന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ പുസ്തകത്തിൽ അങ്ങനെയല്ല, ആ പുസ്തകം കാമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് അതിലെ അക്ഷരങ്ങൾ ആളും കാമാവും. പിന്നെ യോഗയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതൊരു ശീലമായി അങ്ങ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മാറുന്നൊരു സ്ഥിതി വിശേഷം. സാർ ഇപ്പോൾ കാമൻ ആയിട്ടിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, ചില ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ ശാന്തമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഒരു സ്വഭാവവും അവരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മളൊരാളെ പറഞ്ഞ് കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ട്രെയിൻഡ് ഒന്നും അല്ലെങ്കിലും ചില ആളുകൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. അത് നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചാൽ നമ്മൾ ആകെ പാനിക്കായി പോവല്ലേ. ആ സമയത്ത് അവർ വളരെ ശാന്തരായിട്ട് നിൽക്കാറുണ്ട്. കുറച്ചുകൂടി മുതിർന്ന ആളുകളാണ്, അപ്പോൾ കുറേയേറെ അനുഭവങ്ങളൊക്കെ കണ്ടു പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് ലിമിറ്റഡ് ഓപ്ഷൻസിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് ഈ പ്രായം എന്ന് പറയുന്നത്. ഒരുപാട് വിശാലമായ സംഗതിയിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മുറിയിലും ഓടിക്കളിക്കുന്ന അവസ്ഥയിൽ നിന്ന് കട്ടിലേക്ക് കിടക്കുന്ന അവസ്ഥയിലേക്കും പിന്നെ ചാരുകസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ ശാന്തമായി എത്തിച്ചേരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അനുഭവ സമ്പത്തും ഈ ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷനും ഓരോ കാര്യത്തെ സമീപിക്കുന്ന രീതിയൊക്കെ 2-3 തരത്തിലുണ്ടാകാം. ബൈ ബർത്ത് ഉണ്ടാകാം, ബൈ എക്സ്പീരിയൻസ് ഉണ്ടാകാം, ബൈ സിമിലർ അനുഭവങ്ങൾ, പിന്നെ എന്തെങ്കിലും നേരിട്ട് മുൻകാലങ്ങളിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടാകാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഈ സംഗതികളൊക്കെ ഉണ്ടാവാം. അത് വളരെ പ്രധാനമാണ്. ഞാൻ ഇടയ്ക്ക് എന്തോ പറഞ്ഞില്ലേ, അതായത് എന്തോ കോക്രോച്ച് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്ല, നേരത്തെ എപ്പോഴെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഏതോ ഒരു വലിയ IIT ഒരു കഥയാണ്. ഒരു IITയിലെ വലിയ പിന്നെ IIT പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പിന്നെ കോഫി ഷോപ്പാണ് വേദി. ആ കോഫി ഷോപ്പിൽ വളരെ എന്താ പറയുന്നത്, ഭയങ്കര മിടുക്കികളുമായ മിടുക്കന്മാരുമായ ആളുകളൊക്കെയാണ് IITയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവർ ഈ ടീ ബ്രേക്കിന് ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ചായ കുടിക്കാൻ വന്നൊരു മുറിയിൽ കയറിയിട്ട് വളരെ പെട്ടെന്ന് ഭയങ്കരമായ ഒച്ചത്തിലുള്ള ബഹളവും പാത്രം പൊട്ടുന്ന സൗണ്ടും എല്ലാം കൂടെ കേട്ടു. അപ്പോഴേക്ക് ഈ സ്റ്റോളിൽ ഇരുന്ന ബാക്കി കുട്ടികൾ ഇറങ്ങി ഓടി. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉത്തരേന്ത്യ അല്ലെങ്കിൽ ഓരോ സ്ഥലമൊക്കെ ആകുമ്പോൾ ബോംബ് സ്ഫോടനമാണോ എന്താണ് ഇവർ ബേളം വെച്ചതെന്ന് അറിയാൻ വയ്യാതെ. അപ്പോഴാണ് ഈ വെയിറ്റർ ഓടാനൊക്കില്ല, അയാൾ പെട്ടെന്ന് ഈ മുറിയിൽ ചെന്നപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റയാണ്. ഒരു പാറ്റ പറന്ന് ആരുടെയോ ഒരാളുടെ ശരീരത്ത് വന്നിരുന്നു. അയാൾ ഒരു പുടനെ തട്ടി അയാളെ തെറിച്ചു. ഈ പാറ്റ അടുത്ത കുട്ടിയുടെ പുറത്ത് കയറി. അപ്പോൾ ഈ വെയിറ്റർ വളരെ കൂളായിട്ട് വന്ന് ഈ പാറ്റയെ ചിറകിൽ പിടിച്ച് അങ്ങ് പുറത്ത് കൊണ്ടുപോയി വിട്ടു, എടുത്ത് കളയുന്ന പോലെ. അപ്പം എന്ന് പറഞ്ഞാൽ ഇവർ ക്വാളിഫൈഡ് ആണ്, ഇവർ വേറൊരു തരത്തിലാണ് ക്വാളിഫൈഡ്. അപ്പോൾ ഇതുമായിട്ട് പരിചയമില്ല. ഇപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പാമ്പിനെ കണ്ടാൽ ചിലർ പിന്നെ പേടിച്ച് ആ വീട്ടിൽ പോലും നിൽക്കാതെ പോകുന്നവരുണ്ട്. അത് ശീലിച്ചിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചിലർക്ക് അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെയും
ഇതിൽ ഒരു പ്രസക്തമായ കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളുടെ. അതെ അതെ. അതുപോലെ സാറിനോട് ഞാൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ചില പ്രശസ്തരായിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ചില ആളുകളുടെ ബിഹേവിയർ നമുക്ക് ഇപ്പോൾ സാർ APJ സാറിനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ കുറേ ഏറെ ആളുകളെ ഇടപഴകുമ്പോൾ നമ്മൾ സാധാരണക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ള ചില സ്വഭാവ രീതികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കതൊക്കെ ഒന്ന് അറിയണമെന്നുള്ള ആഗ്രഹം. അതായത് എല്ലാ മനുഷ്യരിലും നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത എല്ലാ മനുഷ്യരിലും, പ്രൂവനായ എല്ലാ ആളുകളിലും അവരുടേതായ ഒരുപാട് ക്വാളിറ്റീസാണ് അവരെ ഈ ഹൈറ്റുകളിൽ എത്തിക്കുന്നത്. നോ ഡൗട്ട്. ഒരിക്കലും ഗ്രോത്ത് ഒരു ആക്സിഡൻ്റ് അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പണം കിട്ടും ചിലപ്പോൾ ആക്സിഡൻ്റലായി, പക്ഷേ അത് മാനേജ് ചെയ്യുകയും അതിൽ ഗ്രോ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെവർ ബി ആൻ ആക്സിഡൻറ്റ്. അത് അയാളുടെ കോൺട്രിബ്യൂഷനാണ്, അയാളുടെ കരുത്താണ്, അയാളുടെ എഫേർട്ടാണ് അങ്ങനെ വളരുന്നു വരുന്നത്. നമ്മളിപ്പം പണക്കാരനെ നോക്കി, സമ്പന്നനെ നോക്കി അവൻ വലിയ ബൂർഷാ മുതലാളി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അവനങ്ങനെ രൂപപ്പെടുന്നത് അവൻ്റെ സംഗതി. എനിക്ക് ചില ഉദാഹരണങ്ങൾ ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനോട് പറയുമായിരുന്നു. ഞാൻ വളരെ പ്രായമായ ഒരു മനുഷ്യനോട് ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം, വേറൊരു സുഹൃത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അയാൾ ആ പ്രായമായ വലിയ അതിസമ്പന്നനായ മനുഷ്യൻ എന്നെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദിക്കുമ്പം എനിക്കറിയാം അദ്ദേഹം അത് നോട്ട് ചെയ്യുന്നത് പോലെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സംഗതി പറഞ്ഞു, ഒരു കായൽ തീരത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ അത് വേമ്പനാട്ട് കായലാണോ അഷ്ടമുടി കായലാണോ, ആ കായലിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഹീ വോണ്ട് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ലൊക്കേഷൻ. അപ്പോൾ അത് പഠിച്ചിട്ട് പുള്ളിക്ക് അതിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ സാധാരണ എന്തോ പറയുന്നത്, ഇന്ന സ്ഥലത്തൊരു കായൽ തീരമുണ്ട്, എന്നാൽ നമുക്കൊരു വൈകിട്ട് അവിടെ വരെ പൊയ്ക്കളയാമെന്നും പറഞ്ഞ് നമ്മൾ കാർ ഓടിച്ച് അവിടെ ചെന്ന് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് 2 വീഡിയും വലിച്ച് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള. പക്ഷേ ഒരു ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്മാൻ ചിന്തിക്കുന്നത് ആ ലൈനിലേ അല്ല. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി നല്ല ബിസിനസ്സുകാരനാണ്. പുള്ളിയെ ഗൾഫിൽ ഒരു ബിസിനസ് ഐഡിയയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വിളിച്ചപ്പോൾ അവരൊക്കെ അവിടുത്തെ ഒരു ശരാശരി ബിസിനസ്സുകാരനാണ്. ഈ ഞാൻ പറഞ്ഞ സുഹൃത്ത് കുറച്ചുകൂടി ഒരു പ്രൂവൺ ബിസിനസ്സുകാരനാണ്. അപ്പോൾ പുള്ളി ഓൺലൈനിൽ വന്നിട്ട് ആ നാട്ടിലെ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് പുള്ളി അങ്ങോട്ട് പറഞ്ഞ അറിവ് ആ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇല്ല. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു ബിസിനസ് സംഗതി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് ഈ ഡേറ്റ മാനേജ് ചെയ്യുന്നതിന് ആളുകളുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ ഇതിൽ കൊടുത്തിട്ട് ഈ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി അതിനെ ലോജിക്കലായിട്ട് പ്രിപ്പയർ ചെയ്താണ് പുള്ളി വന്ന് പഠിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോസ് കുറയ്ക്കാം. നിസ്സാരമായൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ലുലു മാളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ സാധനം അടുക്കി വെച്ചിട്ടുണ്ട്. ഈ അടുക്കി വെച്ചിരിക്കുന്നതൊന്നും ആക്സിഡൻ്റലായിട്ട് അവിടെ അടുക്കി വെച്ചേക്കുമല്ല. ഈ ഡേറ്റ 4-5 പേർ ഇരുന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് എവിടെ ഇരിക്കുന്ന സംഗതികളാണ് ഫാസ്റ്റ് മൂവിങ്, എന്തിനോടൊപ്പം എന്ത് ചേർത്ത് വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ചില സാധനം വാങ്ങിക്കാൻ നമ്മൾ പോകുമ്പം ഒരു കടയിൽ ചെന്ന് ഒരു സാധനം ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം ചോദിക്കുമ്പോൾ ചിലപ്പം അങ്ങ് അകത്താന്ന് പറയും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അന്നേരം ഒരു തലേനെ ഇനി അതെടുക്കാൻ അവിടെ വരെ പോകണം. അപ്പോൾ ചിലപ്പോൾ നിൽക്കുന്ന ഭർത്താവ് പറയും അത് വേണ്ട, നമുക്കത് പുറത്തുനിന്ന് വാങ്ങിക്കാം. മനസ്സിലായി പറഞ്ഞ? അപ്പോൾ ആ സാധനം അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സാധനം മൂവ് ചെയ്യാത്തതെന്നുള്ളത് CCTV നോക്കി അതിൻ്റെ എന്താ പറയുന്നത് വിൽപ്പന പാറ്റേൺ നോക്കി അവരെ വിലയിരുത്തിയ ശേഷം ആ ഇരിക്കുന്ന സാധനത്തെ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് നോക്കും. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ അവിടെ ആ സംഗതി വരും. അപ്പം ബാഗിൻ്റെ അടുത്തിരിക്കേണ്ടത് പേനയാണോ, ബാഗിൻ്റെ അടുത്തിരിക്കേണ്ടത് പിന്നെ ബുക്കാണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഒരു പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു മാളുകാരൻ ഇതൊരു സെറ്റ് പാറ്റേൺ അവൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ചിരിക്കും. ഇത് തന്നെ ഓരോ സ്ഥലത്തും വ്യത്യാസം കാണും. തിരുവനന്തപുരത്ത് വെക്കുന്ന സ്ഥലത്ത് കോഴിക്കോട് വെക്കാൻ പറ്റില്ലായിരിക്കും. ഇപ്പം തിരുവനന്തപുരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് 2 മാസം 1 മാസം കൂടുമ്പോഴെല്ലാം പ്ലേറ്റിന് ഡിസ്കൗണ്ട്, പിന്നെ കപ്പിന് ഡിസ്കൗണ്ട് എന്നും പറഞ്ഞൊരു ഓഫർ വെക്കും. പക്ഷേ കൊച്ചിയിൽ കൊടുക്കുന്ന വേറെ സാധനത്തിന്. ഈ തിരുവനന്തപുരത്ത് അധികമുള്ളത് സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ഡിസ്കൗണ്ട് ഇഷ്ടമുള്ള ഏത് സാധനത്തിനാണെന്ന് അവരുടെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്താണ് ഏതൊരു സംഗതിയും രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ശീലങ്ങൾക്ക് മനുഷ്യൻ്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്കുണ്ട്. നമ്മൾ വിചാരിക്കും വളർന്ന ആളുകൾക്ക് ആ ശീലം ഉണ്ടാക്കിയതാണ് എന്ന് വിചാരിക്കും.
പക്ഷേ സത്യം അതല്ല, ആ ശീലങ്ങളാണ് അവരെ വളർത്തിയത്. അതെ അതെ, തീർച്ചയായും. അപ്പം അതാണ്, അതൊരാളുടെ കരുത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മേധാ പട്കർ ഒരു MSWക്കാരിയാണ്. അവരെ കണ്ടിട്ടുണ്ടാവും. അവർ ഒരു ആഭരണങ്ങളും ഉപയോഗിക്കാറില്ല, വെള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കുന്നത്. അവർ ഈ നർമ്മദാ ബചാവോ ആന്തോളൻ പോലെയുള്ള ഒരുപാട് ഭീകരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പോരാളിയായിട്ട് നിരവധി വർഷം ജയിലിൽ കിടക്കുകയും കരുത്തുള്ള സ്ത്രീയാണ് ഈ പറയുന്ന അവർ. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യും. അതായത് ഇങ്ങനെ അപ്പം നമുക്ക് തോന്നും അവരിങ്ങനെയൊക്കെ ആയതിനു ശേഷം സ്വർണ്ണമൊക്കെ ഉപേക്ഷിച്ച് വെള്ള സാരിയൊക്കെ ഉടുത്ത് പ്രശസ്തയാവാൻ വേണ്ടി ആയതാണെന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ ഉൾക്കരുത്ത് കൊണ്ട് അവരിതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ആയപ്പോഴാണ് അവരുടെ മനസ്സിന് കരുത്ത് വന്നത്. അപ്പം മാനസികമായി കരുത്ത് വരണമെങ്കിൽ ഇഷ്ടപ്പെട്ട പല ശീലങ്ങളെയും പല രീതികളെയും നമ്മൾ ത്യജിക്കേണ്ടി വരും. അങ്ങനെ ത്യജിക്കുമ്പോഴാണ് നമ്മൾ കരുത്തരായിത്തീരുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സാധനത്തോട് സേയിങ് നോ ടു സംതിങ് എന്ന് പറയുന്നത് അതൊരു ബോൾഡ്നെസ്സാണ്. അത് എനിക്ക് വേണ്ട, നോ, എനിക്കത് ആവശ്യമില്ല എന്നുള്ളത്. ആ നോ പറയുന്ന ശീലം അവരുടെ വ്യക്തിത്വത്തെ കുറച്ചുകൂടി ടഫാക്കും. ഞാനിപ്പോൾ സാറ് പുകവലിക്കുകയാണെങ്കിൽ, ഞാൻ സാറിനെ ഉപദേശിക്കുകയാണെങ്കിൽ, സാർ ഒരിക്കലും ഞാനിപ്പോൾ എന്തായാലും ഉപേക്ഷിക്കാൻ വേണ്ടി സാർ തീരുമാനിച്ചാലും പറയും സുസ്മിത പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് ആരെങ്കിലും വിചാരിച്ചാലോ എന്ന് വെച്ചിട്ട് ഒന്ന് വാശി പിടിക്കും. പക്ഷേങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കുകയാണ് ഇനി വേണ്ട, എനിക്ക് ഉപേക്ഷിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ സാറ് ചില കാര്യങ്ങളോട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ തിരിച്ചറിവ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ സ്വഭാവ രൂപീകരണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ സ്വഭാവം രൂപീകരിച്ചതും നമ്മുടെ ഈ ഓരോ അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ 8:15 8:30 ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്വാതി സ്റ്റേഷൻ ക്ലോക്കിൽ ഇത്ര മണിയായെന്നൊക്കെ പറയും. സുസ്മിത പറയും അങ്ങനെ? ഓക്കെ, ഞാൻ പറയാറില്ല. അതിനിപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് സ്റ്റേഷൻ ക്ലോക്കിൽ നോക്കാനും സമയം നോക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അന്നേരം അങ്ങനെ നമ്മൾ 8:30 സമയത്തിനോട് അടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ വിളിക്കാം. ഒരു പാസഞ്ചർ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. പറയൂ. ഞാൻ എന്റെ കുറച്ച് ശീലങ്ങൾ മാറ്റിയതിനെ കുറിച്ച് ഒന്ന് പറയുവാണ്. അത് എനിക്കൊരു 2018 എനിക്കൊരു അസുഖം വന്നു. അപ്പൊ അതിനു മുന്നേ ഞാൻ എല്ലാം കഴിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു ചായ, കോഫി, ഇറച്ചി ഇങ്ങനെയുള്ള കട്ടിയുള്ള ഒരു ആഹാരങ്ങളും കഴിക്കരുതെന്ന്. അപ്പൊ ഇത് കഴിഞ്ഞ് 2 വർഷം വരെ ഞാൻ ഒന്നും കഴിച്ചില്ല. 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇച്ചിരിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഞാൻ കുറേശ്ശെ കഴിച്ചു. വീണ്ടും എനിക്ക് അസുഖം വന്ന് ഞാനിപ്പോ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാനിതൊന്നും കഴിക്കത്തില്ല. ചായ, കോഫി, ഇറച്ചികള്, കക്ക, കണവ, ഞണ്ട്, കൊഞ്ച്, ബേക്കറി സാധനങ്ങള് ഇങ്ങനെയുള്ള ഒരു ആഹാരം ഞാൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് ഒരു അസുഖങ്ങളും ഇല്ല. അപ്പൊ ഞാൻ എന്റെ കുറെ ഈ ശീലങ്ങളെല്ലാം ഞാൻ മാറ്റിയെടുത്ത്. ഈ ശീലങ്ങളെല്ലാം ഞാൻ മാറ്റിയെടുത്തത് കൊണ്ട് എനിക്കിപ്പോ അസുഖങ്ങളൊന്നും ഇല്ല. വലിയ സന്തോഷം. അങ്ങനത്തെ നമ്മുടെ ജീവിതശൈലി മാറ്റിയ നമ്മുടെ ആരോഗ്യമാണത്. അതെ, അവർ ആ ഒരു കാര്യം കൂടി പറഞ്ഞു. വളരെ ഒച്ചത്തിലല്ലാതെ ശബ്ദം കുറച്ച് ഞാനൊരു കാര്യം പറയാം. എത്രമേൽ ബേക്കറി സാധനങ്ങൾ ഉപേക്ഷിക്കുന്നോ അത്രമേൽ യു വിൽ ബി ഹെൽത്തി. ഒരു തർക്കവും ഇല്ല. അത് മറ്റുള്ള ആളുകൾക്ക് മധുരപലഹാരങ്ങൾ കൊടുക്കുന്നത് സന്തോഷത്തിന്റെ പേരിലാണ്. അല്ല, അതിന് നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യം അതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള സംഗതികൾ കൊടുക്കണം. ഇപ്പം ബദാമുണ്ട്, പിസ്തയുണ്ട്, കാഷ്യൂനട്ടുണ്ട്, പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഉപേക്ഷിച്ച് പോയൊരു സാധനമുണ്ട്, ഭയങ്കര പ്രോട്ടീൻ റിച്ച് സാധനമാണ് ഈ ചക്കക്കുരു. ഭയങ്കര സാധനമാണ്. പലരും ഈ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതിൽ അതിൻ്റെ ഒരു അംശം മാത്രമാണ് ചേർക്കുന്നത്. അപ്പം ഈ പറയുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു ആളുകളിലൊക്കെ ചക്കക്കുരു വിൽക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും കൊടുത്താൽ അത് മനസ്സിലാവില്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴല്ല വളരെ ചെറുപ്പത്തിൽ ഈ ഒന്നും ചെയ്യാതെ ചക്കക്കുരുവൊക്കെ ഉമ്മ വെള്ളത്തിലിട്ട് ഉപ്പ് ഇട്ട് പുഴുങ്ങിയിട്ട് അതിങ്ങനെ തോടിളക്കി അത് മാത്രമായിട്ട് തിന്നുന്നത്, നമ്മൾ ഈ പറയുന്ന സംഗതി പോലെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചില ശീലങ്ങൾ മാറ്റിമറിക്കലിലൂടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ശീലമാണ് മദ്യപാനം. അതൊരു ദുരന്ത ശീലമാണ്. മദ്യപാനത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത
മദ്യപിക്കുന്നത് അത്ര അപകടകരമല്ല, അത് ഒരു 60 നല്ലതാണ്, 40 നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യമുള്ളത് അതിൻ്റെ അനുബന്ധ ശീലങ്ങൾ അതിനേക്കാൾ അപകടകരമായിട്ടുള്ളതുണ്ട്. കാരണം ഈ മദ്യപിക്കുമ്പോഴെല്ലാം ടച്ചിങ്സ് എന്നും പറഞ്ഞ് കഴിക്കുന്ന ബീഫും എണ്ണയും ബീഫ് ഫ്രൈയും അതെല്ലാം ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ചിലർക്കാണെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ കണക്കില്ലാതെ പുകവലിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ അത് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ്. അത് പലർക്കും പല രീതിയില്ല. ചിന്തയിലേക്ക് പോകുന്ന ബൗദ്ധിക പ്രതിഭകളുണ്ട്, തെറിവിളിയിലേക്കും ഗുസ്തിയിലേക്കും പോകുന്ന തെമ്മാടി പ്രതിഭകളുണ്ട്, പിന്നെന്താ പറയുന്നത്, വലിയ ഉന്നത വികാരജീവികളായി മാറി മൗനത്തിൽ ലയിച്ചു പോകുന്ന അത്തരം ആളുകളുണ്ട്. അതിപ്പം നിപ്പൻ, ഇരിപ്പൻ, പൊളപ്പൻ, പെടപ്പൻ, കിടപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ പല ബ്രാൻഡുകളിലായിട്ടാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊരു പ്രധാന ഘടകമാണ്. അത് നിർത്തിയ ചിലരൊക്കെയും ആ ജീവിതത്തിലുണ്ടായ മാറ്റം ഭയങ്കരമായി ആസ്വദിക്കുന്നവരുണ്ട്. കുറേ കാലം അങ്ങ് ഓർമ്മയില്ലാതെ പോയിട്ട് നമ്മളിലെ ടേപ്പ് മാഞ്ഞു പോയതുപോലെ. നമ്മുടെ ഒരു ചേട്ടൻ വിളിക്കുമായിരുന്നില്ല, ഞാൻ ഇടയ്ക്ക് പുള്ളിയോട് ഇനി അത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി വിളിച്ചിട്ടില്ല ആ കാര്യം പറയാൻ. അതായത് അങ്ങനെ ദീർഘകാലം അതിനകത്ത് പോയിട്ട് പിന്നെ വായനയിലേക്ക് തിരിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ ആയി തീർന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശീലങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയും നമ്മുടെ കുട്ടികളുടേതായാലും അല്ലാത്തയായാലും ഒക്കെ നമ്മളതിലേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ്. ചിലർ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആ എഴുന്നേൽക്കുന്ന ബെഡ് മടക്കി വെക്കുന്നവരുണ്ട്. അത് കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചാൽ ചെറുപ്പം മുതലായാലും പിന്നെ അവർക്കൊരു അസ്വസ്ഥതയാകും മടക്കി വെച്ചില്ലെങ്കിൽ. നമ്മളൊന്നും അങ്ങനെ പഠിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ കൂടെ ബെഡ്ഷീറ്റ് കൂടെ വരിക, കിടക്കുന്ന ഒരാൾ കട്ടിലേക്ക് കിടന്നുകൊണ്ട് അത് പിടിച്ചെടുക്കണം. കാരണം അതുപോലെ ഉണ്ടല്ലോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് ശീലങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ച പാത്രം കഴുകി വെക്കാൻ വേണ്ടി പഠിപ്പിക്കുക, അടിവസ്ത്രം കഴുകാൻ വേണ്ടി പഠിപ്പിക്കുക. ഇതൊക്കെ അവരെ തുടർന്നുകൊണ്ട് പോകാനും കൂടി അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചില മുതിർന്ന ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മക്കളും അതുപോലെ ചെയ്യുള്ളൂ. അപ്പൊ അത് കണ്ട് അതുപോലെ പകർത്തുന്ന ചില ആളുകളുണ്ട്. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്, നോക്കാം. ഹലോ ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഞാൻ കേട്ടോണ്ടിരിക്കുക സാറേ. താങ്ക് യു. എല്ലാ ഉടയ തമ്പുരാന്റെ തീരുമാനം സാറേ. എന്റെ പേര് ഞാൻ പറയാ മോഹനംപിള്ള. ശരി. ഞാൻ പേര് ഇതുവരെ ഓർത്തിട്ടില്ല. നമ്മൾ തമ്മിൽ അടുപ്പമായതിനു ശേഷം വിളിച്ചങ്ങ് കാര്യം പറയുമല്ലേ. നല്ല അടുപ്പമായാൽ പിന്നെ പേര് പറയാനൊക്കത്തില്ല. സാറിനെ ഞാൻ മനസ്സിൽ എപ്പോഴും ഓർക്കും, എപ്പോഴും ഓർക്കും. അത് പിന്നെ പോട്ടെ, സാറ് പറഞ്ഞതെല്ലാം കറക്റ്റ്. ഈ സ്വഭാവം ഇപ്പൊ തന്നെ ഞാൻ ഒരു വർക്ക് എടുത്ത് ഒരു 10-20 വർഷത്തിന് മുമ്പ് വർക്ക് എടുത്ത് 10-20 ആൾക്കാർ, ഒരു വലിയ പെയിന്റർ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു, ഞാൻ പറയത്തില്ല. ഇപ്പൊ ഞാൻ എന്തുവാന്ന് പറഞ്ഞാൽ എന്റെ ശീലം ഒന്ന് മാറ്റി. ഞാൻ ഇനി ആരുടെയും കൂടെ അങ്ങ് പണിക്ക് പോകാനാണ് എനിക്കങ്ങ് ഇഷ്ടം. അപ്പൊ ഈ ശീലത്തിൽ നിന്നെല്ലാം അങ്ങ് മാറി. ഇനി ആ സ്വസ്ഥതയുണ്ട്. രാവിലെ ഒരു വെള്ളം കൊണ്ടുപോയിട്ട് അങ്ങ് പോയാൽ മതി. അവര് പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക, വൈകിട്ട് അവര് തരുന്ന ശമ്പളം മേടിക്കുക. അപ്പൊ ഈ സ്വഭാവ രൂപീകരണം പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഞാൻ എല്ലാ സ്വഭാവങ്ങളും മാറ്റി. ഇപ്പൊ തന്നെ FM റേഡിയോ കേൾക്കുന്നത്. ഇപ്പൊ സാറിന് ഇത് കേൾക്കുന്നെന്നും പറഞ്ഞ് വലിയ പരാതിയാണ്. അതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ സാറിനെ കാണുന്നുണ്ട്, വരുന്നുണ്ട്. അത് നേരിട്ട് സംസാരിക്കാം. കാണണം. ഞാനിപ്പോ പെട്ടെന്ന് ഒരാളിനെ ഓർത്തുപോയി. നമ്മുടെ KSRTCയിൽ ജോലി ഉണ്ടായിരുന്ന മരണപ്പെട്ടു പോയ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ ഇപ്പം ഞാൻ ഈ സൗണ്ട് ഇവർ രണ്ടുപേരെയും ഞാൻ ഒരേ പാറ്റേണിലായിരുന്നു ഓർത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്മളിത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആ ഓർമ്മയിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നവർ ഒക്കെ ഉണ്ട്. മുഖം കാണാതെ സംസാരിച്ചെങ്കിലും അതെ. അപ്പം അങ്ങനെ ശീലങ്ങൾ ഈ പറഞ്ഞതുപോലെ മാറ്റിമറിച്ച അല്ലെങ്കിൽ അതുപോലെ ശീലങ്ങളായി തീർന്ന ഒരുപാട് ആളുകൾ, അത് കേട്ടില്ലെങ്കിൽ അസ്വസ്ഥതയായി പോകുന്ന ഒരാളുണ്ട്. ചില ആളുകളുണ്ട്. ചിലതിങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി മാറിയാൽ പിന്നെ അത് കേട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി തീരുന്ന ഒരാളുണ്ട്. എന്നെ ഒരിക്കൽ വളരെ രസകരമായൊരു സംഗതി ഉണ്ടായത്, എന്നെ ഒരിക്കൽ ഒരാൾ ഒരു ഈജിപ്ഷ്യൻ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് എന്നോടിങ്ങനെ ഇന്ന ആളാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്ലാങ്ങിൽ ഞാൻ ആകെ അങ്ങ് അമ്പരുന്ന് എന്തായിരിക്കും പുള്ളി വിളിച്ചെന്ന് പറയും. അപ്പോൾ 1 മിനിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ കൊടുത്തപ്പോൾ അയാൾ സംസാരിച്ചപ്പോൾ എന്തുവാ, എൻ്റെ യൂട്യൂബിലെ പ്രോഗ്രാം കാണുന്ന ഒരാളാണ്. കുറേ കാലം ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ കോപ്പിറൈറ്റ് ഒക്കെ വരുമ്പോൾ ബ്ലോക്കാവും. അവർ ബ്ലോക്കാക്കും, പിന്നെ ഒരാഴ്ചത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരാൾ എനിക്കെന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്, ഒരു പ്രായമായ ആളാണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡായി, ഉറക്കം നഷ്ടപ്പെട്ടു, പുള്ളിയെ ഹോസ്പിറ്റലിൽ, ദുബായിലിരുന്നത്
അഡ്മിറ്റ് ചെയ്തു. അപ്പം എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി വിശ്വസിക്കുന്നില്ല. ഓക്കെ. അങ്ങനെ ഒരാൾ വഴി നമ്പർ സംഘടിപ്പിച്ച് എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഫോണിൽ കൊടുത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ വരുമ്പോൾ സന്തോഷമായിക്കാണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ പോയപ്പോൾ പുള്ളിയെ പോയി കണ്ടു. ആണല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ചില ആളുകളെ അല്ലെങ്കിൽ ചില മനുഷ്യരെയൊക്കെ നമ്മളിങ്ങനെ ഇടപെടുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പം എത്രയോ വർഷങ്ങളായിട്ടും മറക്കാത്തവണ്ണം ഹൃദയത്തിൽ പതിഞ്ഞുപോയ ചില ആളുകളും പേരുകളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ വരുന്ന 18 അങ്ങനെയുള്ള ഒരാൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മദിനമാണ്. അതെ. ഈ മനുഷ്യരെപ്പോഴും പറയുന്ന അതെ എടുക്കൂ. നമുക്കൊരു പാസഞ്ചർ ഉണ്ടേ. ഹലോ, നമസ്കാരം. 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 റേഡിയോയുടെ കാര്യം പറയപ്പെടും. ആ, എന്റെ 5ാമത്തെ വയസ്സോട്ട് റേഡിയോ ഇപ്പോഴും ഞാൻ റേഡിയോ ഇരിക്കുക. ആ, റേഡിയോ ഞാൻ കൊണ്ടു നടന്നിട്ട് ഒരുപാട് പേർക്ക് ഞാൻ സഹായിച്ചു. ഈ കരുനാഗപ്പള്ളി നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ഷേത്രത്തിന് ഉത്സവം ചെറിയ റേഡിയോ 40-400 രൂപ ഉള്ള ഈ റേഡിയോ കടയിലിരിക്കുന്നത് അവിടുത്തെ പരസ്യം കണ്ടിട്ട് ക്ഷേത്രങ്ങളിലെ കരുനാഗപ്പള്ളി പരസ്യം കണ്ടിട്ട് ഇവരെല്ലാം വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. ആണല്ലേ. ഞാൻ പറയുന്ന റേഡിയോ വെക്കാനോ കരുതാം. വീട്ടിലാണെങ്കിൽ എനിക്ക് റേഡിയോയുടെ പിന്നെ ഇത്ര സ്നേഹം വേണ്ട എന്റെ മോള് ഗൾഫിൽ നിന്ന് എനിക്ക് റേഡിയോ കൊണ്ടുവരണം. ഇപ്പോഴും ഞാൻ എപ്പോ പോയാലും ഉറക്കം രാത്രി 11 മണി വരെ കഴിയും. അതിനകത്ത് കൂടെ നിങ്ങളുടെ എല്ലാ സംസാരവും കേട്ടോണ്ടിരിക്കുക. ഓക്കെ, നന്ദി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം. നമുക്കൊരു ഇടവേള എടുത്താലോ സാറേ? ഇടവേള എടുക്കാം. വളരെ തുടർച്ചയായിട്ട് ഇത്രയും സമയം ഞാൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് നമ്മൾ ചലഞ്ച് ചെയ്യുക കേട്ടോ. മലയാളത്തിൽ ഇന്ന് വരെ ഒരു റേഡിയോയിലും ഒരു ദൃശ്യമാധ്യമത്തിലും ഇങ്ങനെ തുടർച്ചയായിട്ട് പക്കാ ലൈവായി അങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുപോവുക അല്ലെങ്കിൽ പോവുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ വളരെ സിമ്പിളായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി എൻ്റെ റേഡിയോ തുടർന്ന് പോകുന്നു. സാധാരണ നിങ്ങൾ ഏത് റേഡിയോ കേട്ടോളൂ, അത് അവർക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അവരൊരു കോൾ എടുക്കും, ആ കോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 പാട്ടാണ്, പിന്നെ ഒരു ബ്രേക്കാണ്. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സൗണ്ട് കേൾക്കും. അതിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ പങ്കുണ്ട്. കാരണം നിങ്ങളും ഈ പറയുന്ന സംഗതി ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ വളരെ റിഫൈൻഡായിട്ട് ആ പോയിന്റിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പോകാൻ പറ്റുന്നത്. നിങ്ങൾ കൈവിട്ട് പറഞ്ഞു പോയാൽ ഇതിനെ പിന്നെ ലൈവ് മാറ്റി റെക്കോർഡിംഗ് ആക്കേണ്ടി വരും. നമ്മൾ കൈവിട്ട് പറഞ്ഞു പോയാലും പിന്നെ ലൈവ് മാറ്റി റെക്കോർഡിംഗ് ആക്കാനൊന്നും പറ്റൂല, പിന്നെ പ്രോഗ്രാം തന്നെ നിർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡെയറിങ് ടാസ്ക്കാണ് നമ്മൾ രാവിലെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. അങ്ങനെ ചലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെ ചില കാൽക്കുലേറ്റർ റിസ്ക് എടുക്കുന്നത് ലൈഫിൽ നല്ലതാണ്. ചിലതൊക്കെ അങ്ങനെ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ അതെ, അങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശൈലി രൂപപ്പെടുന്നത്, അത്തരം കാര്യമായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല മനോഹരമായൊരു ബ്രേക്ക് എടുത്ത് നല്ല ഒരു പാട്ടൊക്കെ കേട്ട് വളരെ സ്വസ്ഥമായി നമുക്ക് തിരിച്ചു വരാം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചറിലാണ്. ഇതാ വൈൻഡപ്പിൻ്റെ ഒരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പലരുടെയും ചിന്താഗതികളൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്നത്തെ ഒരു ചർച്ച സഹായിച്ചിട്ടുണ്ടാവും. നമുക്കൊരു ലാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. ഞാൻ വണ്ടി കാത്തുകൊണ്ട് കുറെ നേരമായി, 2 ദിവസം കൊണ്ട് ഞാൻ ബിസി ആയിരുന്നു. ആണല്ലേ. മോളുടെ കല്യാണം ഞായറാഴ്ച. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യം തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബസ് കാത്തെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വേറെ ചില തിരക്കുകളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും ഒരു കാര്യമുണ്ട്, കാലം മാറിയത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ഹൈജീനിക്കാണ് നമ്മുടെ സമൂഹം മൊത്തം. അതായത് ഞാൻ ചോദിച്ചത്, മണ്ണുമായിട്ട് മനുഷ്യന് ബന്ധമുണ്ട്? ഇല്ല. ചെരുപ്പിടാൻ നമ്മൾ നടക്കാറുണ്ട്. ഒരു പാസ്റ്റർ പറഞ്ഞ കണക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെരുപ്പൂരിയിട്ട് നല്ല മണ്ണിൽ ഒന്ന് നിന്ന് നോക്കിയേ ഒരു ചെറിയ തണുപ്പ് നമുക്ക് മുകളിലോട്ട് കയറി നമുക്കൊരു അനുഭൂതി. നല്ല മണ്ണ് വേണം ചേട്ടാ. പക്ഷേ അല്ല, പറയട്ടെ ഇപ്പൊ നല്ല മണ്ണായാലും ചീത്ത മണ്ണായാലും നമുക്ക് ഇന്ന് ഇതിപ്പോ എല്ലാവരും തന്നെ അപ്പൊ അങ്ങനെയാണ്. വെള്ളമുണ്ടോ? നമ്മളെല്ലാരും ഇംഗ്ലീഷ് ഡോക്ടർമാർ പറയുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാവുള്ളൂ. ആയുർവേദം പോലും ഇപ്പൊ അങ്ങനെ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ വെള്ളം നമുക്ക് ശുദ്ധമല്ല എന്നുള്ളത്. പക്ഷെ അത് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം.
തെറ്റാണ്. കാരണം നമ്മൾ വെള്ളത്തിന്റെ സകല സത്തിനെയും വേവിച്ച് കളഞ്ഞതിന് ശേഷമാണ് കുടിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോയപ്പോ ഈ കൊടൈക്കനാൽ സമയപരിധി കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പൊ വലിയ സന്തോഷം ചേട്ടാ. അപ്പോൾ കുറെ നേരമായിട്ട് നമ്മുടെ ആ ഒരു സമയത്ത് വെയിറ്റ് ചെയ്ത് നിന്നോ എന്ന് പറഞ്ഞത് വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്വഭാവ രീതികളെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു ചിന്താഗതിയിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ എനിക്കും വലിയ സന്തോഷമാണ്. ചില സ്വഭാവ ശീലങ്ങൾ നമ്മൾ മാറ്റണമെന്ന് കരുതിയിട്ട് അതിങ്ങനെ മാറ്റാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള സമയത്തായി ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു ദിവസം എല്ലാ ശ്രോതാക്കൾക്കും ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഓണാട്ടുകര പാസഞ്ചർ സൈഡിലേക്ക് ഒതുക്കി നിർത്തുകയാണ്.